വെൽക്കം ടു PSC സഹചാരി. 2025 ജനുവരി 11 ശനിയാഴ്ച നടന്ന 10th പ്രിലിംസിൻ്റെ സെക്കൻഡ് സ്റ്റേജിലെ ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സിൻ്റെയും 5ാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 41ാമത്തെ ക്വസ്റ്റ്യനാണ്, ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ PSC കൊടുത്തിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് എന്നാണ്. എന്നാൽ ഈ സംസ്ഥാനം നിലവിൽ വരുന്ന സമയത്ത് അതിൻ്റെ പേര് ആന്ധ്ര എന്നായിരുന്നു. അപ്പോൾ ഇത് ക്യാൻസലാക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. എന്തായാലും നമുക്ക് ഫൈനൽ ആൻസർ കീ വരുന്നവരെ കാത്തിരിക്കാം. അപ്പോൾ നമുക്കറിയാം, ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നത് 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കാൻ 58 ദിവസം നിരാഹാരം കിടന്ന് മരണപ്പെട്ട ഒരു വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്ന INC സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ഫസൽ അലി. കമ്മീഷൻ രൂപീകരിച്ചത് 1953 കമ്മീഷൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് എപ്പോഴാണ്? 1955 പിന്നെ ഈ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളാണ് സർദാർ KM പണിക്കരും HN കുൻസ്രുവും. നിലവിൽ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. ഏറ്റവും അവസാനം നിലവിൽ വന്ന സംസ്ഥാനമാണ് തെലങ്കാന. 2014 ജൂൺ 2 നിലവിൽ വരുന്നത്. 42ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്? ഓപ്ഷൻ ബി സുകുമാർ സെൻ ആണ്. അപ്പോൾ താഴെ നമ്മൾ ഓരോ കമ്മീഷനും അതിൻ്റെ ആദ്യത്തെ ചെയർമാനെയും പറ്റി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനാണ് രംഗനാഥ് മിശ്ര. കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനാണ് MM പരീത് പിള്ള. കേന്ദ്ര വനിതാ കമ്മീഷൻ ജയന്തി പട്നായിക്. കേരള വനിതാ കമ്മീഷൻ സുഗതകുമാരി. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വജാഹത്ത് ഹബീബുള്ള. കേരള വിവരാവകാശ കമ്മീഷൻ പാലാട്ട് മോഹൻദാസ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ആണെങ്കിൽ സൂരജ് ബാൻ. ദേശീയ പട്ടികവർഗം കൻവർ സിംഗ് ആണ്. കേരള ചീഫ് സെക്രട്ടറി, അതായത് ആദ്യത്തെ ചീഫ് സെക്രട്ടറിയാണ് NES രാഘവനാചാരി. ധനകാര്യ കമ്മീഷൻ, ആദ്യത്തെ ധനകാര്യ കമ്മീഷനാണ് KC നിയോഗി. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, ആദ്യത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് PM എബ്രഹാം. 43ാമത്തെ ക്വസ്റ്റ്യൻ, അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ്? ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്. അപ്പോൾ നമുക്കറിയാം, ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്. ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. നമുക്കറിയാം, ടോട്ടൽ 5 റിട്ടുകളാണ് ഉള്ളത്. ഈ റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. റിട്ടുകൾക്ക് പേര് നൽകിയത് ലാറ്റിൻ ഭാഷയിലുള്ള പദങ്ങൾ വെച്ചാണ്. 5 റിട്ടുകളും അവയുടെ അർത്ഥവുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഹേബിയസ് കോർപ്പസ്. അതിൻ്റെ അർത്ഥമാണ് ശരീരം ഹാജരാക്കുക. മാൻഡമസ്, നാം കൽപ്പിക്കുന്നു. കോവേറൻറ്റോ, എന്തധികാരം. പ്രൊഹിബിഷൻ, നിരോധനം അല്ലെങ്കിൽ വിലക്കുക എന്നാണ് അർത്ഥം വരുന്നത്. സെർഷ്യറി, സാക്ഷ്യപ്പെടുത്തുക. സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ പറ്റാത്ത റിട്ടുകളാണ് മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യറി. 44ാമത്തെ ക്വസ്റ്റ്യനാണ്, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഓപ്ഷൻ ബി ആനന്ദമഠം. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ഇത് ബംഗാളി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് രചിച്ചിരിക്കുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് അരബിന്ദോ ഘോഷാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരാണ് മദർ ഐ ബോറ്റ് ടു ദി. ഭരണഘടനാ നിർമ്മാണ സഭ വന്ദേ മാതരത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24
വന്ദേ മാതരത്തിൻ്റെ ദൈർഘ്യം എത്രയാണ്? 65 സെക്കൻഡ്. ആദ്യമായി ഇത് ആലപിക്കുന്നത് 1896 കൊൽക്കത്ത INC സമ്മേളനത്തിലാണ്. സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് റഹ്മത്തുള്ള സയാനി. വന്ദേ മാതരം ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. സംഗീതം നൽകിയത് രഘുനാഥ് ഭട്ടാചാര്യ. 1882 പുറത്തിറക്കിയ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപമാണ് ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. വന്ദേ മാതരം എന്ന ഗീതം ആ നോവലിൽ പാടുന്ന കഥാപാത്രത്തിൻ്റെ പേരാണ് ഭാവാനന്ദൻ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ കൃതിയാണ് ദുർഗേശ നന്ദിനി. വന്ദേ മാതരം എന്ന ഉറുദു പത്രം പുറത്തിറക്കിയത് ലാല ലജ്പത് റായ് ആണ്. വന്ദേ മാതരം എന്ന ഇംഗ്ലീഷ് പത്രം പുറത്തിറക്കിയത് ബിപിൻ ചന്ദ്ര പാലാണ്. 45ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? ഓപ്ഷൻ ഡി ഇവയെല്ലാം. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്ന സമയത്ത് 17 വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന് ശേഷം അത് 15 വനിതകളായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 15 വനിതകളുടെ പേരാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ആളാണ് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ, ബീഗം റസൂൽ, കമല ചൗധരി, പൂർണിമ ബാനർജി, സരോജിനി നായിഡു, ഹാൻസ ജീവ്രാജ് മേത്ത, മാലതി ചൗധരി, രേണുക റായ്, വിജയലക്ഷ്മി പണ്ഡിറ്റ്, ദുർഗാബായ് ദേശ്മുഖ്, ലീല റോയ്, രാജ്കുമാരി അമൃത് കൗൾ, സുജേത കൃപലാനി. കേരളത്തിൽ നിന്നും 3 വനിതകളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിട്ടുണ്ടായിരുന്നത്. ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ഏക മുസ്ലിം വനിതയായിരുന്നു ബീഗം റസൂൽ. ഏക ദളിത് വനിതയായിരുന്നു ദാക്ഷായണി വേലായുധൻ. INC പ്രസിഡൻ്റാകുന്ന ആദ്യ ഇന്ത്യക്കാരിയും ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ഗവർണറാകുന്ന ആദ്യ ഇന്ത്യക്കാരിയുമായിരുന്നു സരോജിനി നായിഡു. സരോജിനി നായിഡു ഗവർണർ പദവി വഹിച്ചിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ആദ്യത്തെ കേന്ദ്ര ക്യാബിനറ്റ് വനിതാ മന്ത്രിയായിരുന്നു രാജ്കുമാരി അമൃത് കൗൾ. ഇവർ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു. സുജേത കൃപലാണിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി. ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. UN പൊതുസഭയുടെ ആദ്യത്തെ പ്രസിഡൻ്റാകുന്ന വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. 46ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റായിയുടെ രചനകളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി 4 മാത്രമാണ്. സതിഹിതബോധിനി എന്ന കൃതി എഴുതിയത് വീരേശലിംഗം പന്തലുവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സംഘടനയാണ് ഹിതകാരിണി. തുഫത്തുൽ മുവാഹിദീൻ എന്ന കൃതിയുടെ അർത്ഥമാണെന്ത്? ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം. തുഫത്തുൽ മുജാഹിദീൻ എഴുതിയത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? പോരാളികൾക്കൊരു സമ്മാനം എന്നാണ്. ഫത്തുൽ മുജാഹിദീൻ ടിപ്പു സുൽത്താൻ്റെതാണ്. ഫത്തുൽ മുബീൻ ഗാസി മുഹമ്മദിൻ്റെതാണ്. ചാലിയം കോട്ടയുടെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഇത് എഴുതുന്നത്. മുഹിയുദ്ദീൻ മാല ഗാസി മുഹമ്മദ് അറബി മലയാളത്തിലാണ് എഴുതുന്നത്. ഷെയ്ഖ് സൈനുദ്ദീൻ സാംസ്കാരിക ഗ്രന്ഥം സ്ഥിതി ചെയ്യുന്നത് പൊന്നാനിയിലാണ്. ഇതൊരു കറണ്ട് ഫാക്റ്റാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നത് രാജാറാം മോഹൻ റോയിയുടെ 2 കോട്ട്സാണ്. നോക്കാം. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യക്കാർ എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. അടുത്തൊരു കോട്ടാണ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം. പിന്നെ അദ്ദേഹത്തിൻ്റെ 2 സംഘടനകളാണ് കൊടുത്തിരിക്കുന്നത്. ആത്മീയ സഭ 1815, ബ്രഹ്മസമാജം 1828. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റായ് ആണ്. അദ്ദേഹം ബംഗാളി ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ പത്രമാണ് സംവാദ് കൗമുദി.
പേർഷ്യൻ ഭാഷയിലുള്ള പത്രമാണ് മിറാത്തുൽ അക്ബർ. 47ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ 2ഉം 3ഉം മാത്രമാണ് ശരി. അപ്പോൾ നമുക്ക് താഴെ കുറച്ച് ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്. കേരള മീഡിയ അക്കാദമി എവിടെയാണ്? കാക്കനാടാണ്. കേരള ലളിതകലാ അക്കാദമി ചെമ്പുകാവ് തൃശ്ശൂരാണ് ആസ്ഥാനം വരുന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള സംഗീത നാടക അക്കാദമി തൃശ്ശൂർ. കേരള കലാമണ്ഡലം ചെറുതുരുത്തി തൃശ്ശൂരാണ്. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ ചിറക്കലാണ് വരുന്നത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. കേരള സർവ്വവിജ്ഞാന കോശ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. 48ാമത്തെ ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിയെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഗാന്ധി എന്ന സിനിമ പുറത്തിറക്കിയ വർഷം 1982 ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ അഭിനയിച്ച ഒരു സിനിമയാണ് ഗാന്ധി. ഗാന്ധിയൻ കാലഘട്ടത്തെയാണ് ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. റിച്ചാർഡ് അറ്റൻബാറോ ആണ് ഇതിൻ്റെ ഡയറക്ടർ. 1983 55ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ 8 ഓസ്കാർ അവാർഡുകൾ ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഭാനു അത്തയ്യ എന്ന സ്ത്രീക്കാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ഓസ്കാർ ലഭിക്കുന്നത്. ഗാന്ധി എന്ന സിനിമയിലെ വസ്ത്രാലങ്കാരത്തിനാണ് ഓസ്കാർ കിട്ടിയത്. ഗാന്ധിയുമായി ബന്ധപ്പെട്ട മറ്റൊരു സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മ. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ അനുഭവമാണ് ഇതിൻ്റെ പ്രമേയം. രഞ്ജിത്ത് കപൂറാണ് ഗാന്ധിജിയായിട്ട് വേഷമിട്ടത്. ഇതിൻ്റെ ഡയറക്ടറാണ് ശ്യാം ബെനഗൽ. ഇദ്ദേഹം 2024 ഡിസംബർ 23 അന്തരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മറ്റു സിനിമകളാണ് അങ്കൂർ, നിശാന്ത്, മൻധൻ, ഭൂമിക, മമ്മോ, സർദാരി ബീഗം, സുബൈദ. 49ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ എ 1 മാത്രം. അപ്പോൾ താഴെ കുറച്ച് സംഘടനകളും അതിൻ്റെ ആസ്ഥാനങ്ങളാണ് കൊടുത്തത്. ഐക്യരാഷ്ട്ര സംഘടന UNO ആസ്ഥാനം വരുന്നത് മാൻഹട്ടൺ ന്യൂയോർക്കാണ്. യുനെസ്കോ ആസ്ഥാനം പാരീസാണ്. യുനിസെഫ് ന്യൂയോർക്ക്. ലോക ബാങ്ക് വാഷിങ്ടൺ DC. IMFും വാഷിങ്ടൺ DC. ലോകാരോഗ്യ സംഘടന WHO ജനീവയാണ്. ലോക വ്യാപാര സംഘടന ജനീവ. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ജനീവ. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി വിയന്ന ഓസ്ട്രിയ. ലോക സാമ്പത്തിക ഫോറം കൊളോണി സ്വിറ്റ്സർലാൻഡ്. നാറ്റോ ബ്രസൽസ് ബെൽജിയം. യൂറോപ്യൻ യൂണിയൻ ബ്രസൽസ് ബെൽജിയമാണ് ആസ്ഥാനം വരുന്നത്. 50ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഓപ്ഷൻ സി അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. മക്കയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ INC പ്രസിഡന്റ് 1923 ഡൽഹി സ്പെഷ്യൽ സമ്മേളനത്തിൽ. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി INC പ്രസിഡന്റായ വ്യക്തിയും ഇദ്ദേഹമാണ്. 1940 മുതൽ 46 വരെ. ഇനി ഇദ്ദേഹത്തിൻ്റെ 2 പ്രസിദ്ധീകരണങ്ങളാണ് അൽ ഹിലാലും അൽ ബലാഗും. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അൺഹാപ്പി ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ലാലാ ലജ്പത് റായ്. ഇന്ത്യ ഡിവൈഡ്സ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെയാണ്. അൻഹിലേഷൻ ഓഫ് കാസ്റ്റ് BR അംബേദ്കർ. ആൻ ഇന്ത്യൻ പിൽഗ്രിമേജ് സുഭാഷ് ചന്ദ്രബോസ്. ടുവേർഡ്സ് ഫ്രീഡം നെഹ്റുവിൻ്റെതാണ്. എ പാസേജ് ടു ഇന്ത്യ EM ഫോസ്റ്റർ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ VP മേനോൻ. പാർട്ട് 5 വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ നമ്മളെ എല്ലാ ഭാഗങ്ങളും എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് താങ്ക് യു.